നീ ഈ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു. മർക്കോസ് 13:2. ശിഷ്യന്മാർ വളരെ ആശ്ചര്യത്തോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുകയാണ്, ഈ പണി കണ്ടോ? എത്ര വൈദഗ്ധ്യത്തോടു കൂടെ ആയിരിക്കുന്നു. അവിടെ പണിയപ്പെട്ടിരിക്കുന്ന ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ച് ആശ്ചര്യഭരിതരായിരിക്കുന്ന ശിഷ്യന്മാരോട് പക്ഷേ കർത്താവ് പറയുന്നത്, ഇടിക്കാതെ ഒരു കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്നാണ്. പ്രിയരെ, മനുഷ്യരുടെ പണി അത് എത്ര വലിയതാണെങ്കിലും അത് നിലനിൽക്കുകയില്ല. യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിക്കാരൻ്റെ പണി വ്യർത്ഥം. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ്റെ പണി വ്യർത്ഥം. കാവൽക്കാരൻ എത്ര വൈദഗ്ധ്യത്തോടെ തൻ്റെ ജോലി ചെയ്തുവെന്ന് വരികിലും യഹോവ ഒരു പട്ടണത്തെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ ആർക്കും അതിനെ സംരക്ഷിക്കുവാൻ കഴിയുകയില്ല. അഥവാ നമ്മുടെ കരങ്ങളിലല്ല, ദൈവത്തിൻ്റെ ഹിതമാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾക്ക് യോജിച്ച വിധത്തിൽ നമുക്ക് തോന്നുന്നത് പോലെ ജോലികൾ ചെയ്യുകയാണ്. അത് മനോഹരമായിരിക്കുന്നു, വളരെ നല്ലതാണ് എന്ന് അനേകർ പറഞ്ഞാലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പദ്ധതി അല്ല അത് എങ്കിൽ നിന്റെ പണി വ്യർത്ഥമാകും. ആ പ്രയത്നത്തിൽ നിന്നും ഒരു സന്തോഷവും നിനക്ക് ഉണ്ടാവുകയില്ല. നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നന്മയ്ക്കായുള്ള പദ്ധതിയാണ്, അത് നാശത്തിനായുള്ള പദ്ധതിയല്ല. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികളും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവനോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. നാം വളരെ ഉത്സാഹത്തോടെ ദൈവാലോചനയില്ലാതെ നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി വലിയ കാര്യങ്ങൾ ചെയ്തെടുത്തു എന്ന് വിചാരിക്കുമ്പോൾ ദൈവം നിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞ ജോലിയാണോ നീ ചെയ്തത്? എൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ നീ സമയം ചിലവഴിച്ചുവോ? കർത്താവേ, ഞാൻ അത് ചെയ്തില്ലേ, ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തില്ലേ, നിൻ്റെ നാമത്തിലല്ലേ ഞാനത് ചെയ്തത്? കർത്താവിൻ്റെ ചോദ്യം, എൻ്റെ ഹിതപ്രകാരമാണോ നീ ചെയ്തത്? കർത്താവേ, നിൻ്റെ ഹിതം അറിയാൻ ഞാൻ കാത്തിരുന്നിട്ടില്ല, നിൻ്റെ ഹൃദയം ഞാൻ ആരാഞ്ഞിട്ടില്ല, ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടതുപോലെ ചെയ്യുകയായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമല്ലാതെ നാം ചെയ്യുന്ന ഒരു കാര്യവും നിലനിൽക്കുകയില്ല.